ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2020 പുറത്തിറങ്ങിയിട്ടുള്ള ഫെയറി ടൈൽ വിഭാഗത്തിൽ പെടുത്താവുന്ന പ്രിൻസസ് കേഴ്സ്റ്റ് ഇൻ ടൈം എന്ന സിനിമയാണ്. അപ്പൊ എങ്ങനെയാ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. ഒരിടത്തൊരിടത്ത് വളരെ സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു രാജ്യത്തിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളായിട്ട് ഈ രാജ്യം മുഴുവനും ഇരുട്ടിലാണ്. രാവും പകലും എല്ലാം ഒരേപോലെ ഇരുട്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും രാജ്യത്തിനെ രക്ഷിക്കാനായിട്ട് ഒരു മന്ത്രവാദിനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരിപ്പോ രാജാവിനെ സഹായിക്കാന്ന് പറയാണ്. അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും അവര് ഈ ഒരു രാജ്യത്തിനെ രക്ഷിക്കുകയാണ്. ഇപ്പോൾ കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ രാജാവിന് ഒരുപാട് സന്തോഷമാവാണ്. അതുകൊണ്ട് തന്നെ നീ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും നിനക്ക് തരാന്നൊക്കെ രാജാവ് ഇപ്പൊ പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു വിച്ചാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല. എനിക്ക് എപ്പോഴാണോ എന്തെങ്കിലും ആവശ്യം വരുന്നത് ആ ഒരു സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവരോടൊന്ന് പോവാണ്. അങ്ങനെ രാജാവ് ഈ ഒരു രാജ്യം വളരെ നല്ല രീതിയിൽ തന്നെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു നാട്ടിലെ ജനങ്ങള് വളരെ സന്തോഷമായിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു സംഭവമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 3 വർഷം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജാവിന് ഒരു പെൺകുട്ടി ജനിക്കുകയാണ്. ഈ ഒരു സമയത്താണ് വിച്ച് വീണ്ടും അവിടേക്ക് എത്തുന്നത്. അന്ന് ഞാൻ ചെയ്തിട്ടുള്ള ഉപകാരത്തിന് പകരമായിട്ട് ഈ രാജകുമാരി എനിക്ക് വേണമെന്ന് പറയാണ്. എന്നാൽ രാജാവ് പറയുന്നുണ്ട് അതൊഴിച്ചിട്ട് നീ വേറെ എന്ത് ചോദിച്ചാലും ഞാൻ തരാമെന്ന് പറയാണ്. എന്നാൽ ഈ ഒരു വിച്ചിന് രാജകുമാരി തന്നെയായിരുന്നു വേണ്ടത്. ഇപ്പൊ രാജാവ് അത് പറ്റില്ല എന്നുള്ളത് തീർത്ത് പറയാണ്. ദേഷ്യം വന്നിട്ടുള്ള ഈ ഒരു വിച്ച് ഇപ്പോൾ രാജകുമാരിയെ ശപിക്കുന്നുണ്ട്. നിന്റെ ജീവിതകാലം മുഴുവനും നീ പേടിച്ചായിരിക്കും ജീവിക്കുക. നിനക്ക് 20 വയസ്സാകുമ്പോൾ ഈ ഒരു രാജ്യം മുഴുവനും വീണ്ടും ഇരുട്ടിലാവും. അങ്ങനെ ഈ ഒരു രാജ്യം മുഴുവനായിട്ട് നശിക്കുന്നത് അവരിപ്പോ ശപിക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആർക്കും ഒരു പിടുത്തമുണ്ടായിരുന്നില്ല. അങ്ങനെ പേടിച്ചിട്ട് ഏകദേശം 19 വർഷം ഇപ്പോൾ കഴിഞ്ഞു പോവാണ്. ഈ ഒരു രാജ്യത്തിലെ മന്ത്രിക്കാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മാജിക്കിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ രാജകുമാരിയുടെ ഈ ഒരു ശാപം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത്രി ഒരുപാട് റിസർച്ച് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അയാൾ മാറ്റി വെച്ചിരിക്കുകയാണ്. കുറെ റിസർച്ച് ചെയ്തിട്ട് ഒരു പഴയ ബുക്കിൽ നിന്നും ഇതിനുള്ള പരിഹാരം മന്ത്രി ഇപ്പൊ കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് രാജകുമാരിക്ക് ഉണ്ടാവുന്ന ഒരു ട്രൂ ലവ് കാരണം മാത്രമേ ഈ ഒരു ശാപം മാറുള്ളൂ. ആ ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട് രാജകുമാരി മരിക്കാൻ വരെ തയ്യാറാവണം. അപ്പൊ മാത്രമേ ഈ ഒരു ശാപം ഇല്ലാതെ ഉള്ളൂ. എന്നാൽ ഇതേ സമയത്ത് തന്നെ രാജകുമാരിക്ക് 20 വയസ്സാവാൻ പോവാണ്. കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുള്ള രാജാവ് അയൽ രാജ്യങ്ങളിലേക്കെല്ലാം ഒരുപാട് സന്ദേശം അയക്കുന്നുണ്ട്. ഇതുപോലെ രാജകുമാരിക്ക് കല്യാണ പ്രായമായിട്ടുണ്ടെന്നും അവളുടെ ഈ ഒരു ശാപത്തിനെ പറ്റിയിട്ടെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ അയക്കുകയാണ്. എന്നാൽ ആരും തന്നെ ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ലെറ്റർ ജോൺ എന്ന പേരുള്ള ഒരു രാജകുമാരന്റെ കയ്യിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ ചെറുപ്പത്തില് രാജകുമാരിയുടെ കൂടെ കുറച്ചു നാൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് രാജകുമാരി ഒരുപാട് ഇഷ്ടമാണ്. ഈ ഒരു ശാപം ഇല്ലാതെയാക്കുന്നതിന് അവളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ പോകുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ രാജകുമാരിയാണ് കാണിക്കുന്നത്. അവൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്. ഇത്ര പെട്ടെന്ന് നേരം വെളുത്തു എന്ന് പറഞ്ഞിട്ട് ജനലിനരികിൽ പോയി നിൽക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു റോസ് എടുത്തിട്ട് താഴേക്ക് ഇടാണ്. താഴെ കാവല് നിൽക്കുന്നുണ്ടായിരുന്ന ഒരു ബടന്റെ മുന്നിലേക്കാണ് ആ ഒരു പൂ പോയി വീണിട്ടുണ്ടായിരുന്നത്. പൂവൊക്കെ എടുത്ത് താഴേക്ക് ഇട്ടിട്ട് അവൾ മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഒരു എലി ആ ഒരു ഭാഗത്ത് കൂടി ക്രോസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഹീറോയിൻ നല്ല രീതിയിൽ പേടിക്കുകയാണ്. ആക്ച്വലി ഈ സോൾജേഴ്സ് ആണ് നമ്മുടെ ഹീറോയിന് ബോഡി ഗാർഡായിട്ട് എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാവാറുള്ളത്. ഈ ഒരു പൂ കണ്ട സമയത്ത് തന്നെ രാജകുമാരി എണീറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടിയിട്ട് ഇപ്പൊ ഓടി പോവാണ്. രാജകുമാരി റെഡി ആയിട്ട് വരാനായിട്ട് തന്നെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബുക്കൊക്കെ വായിച്ചിട്ട് സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരെയും നോക്കിയിട്ട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയാണ്. ഇവളുടെ ക്യാരക്ടർ വളരെ റൂഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അവളിപ്പോ നേരെ കിച്ചണിലേക്കാണ് പോയത്. പുറകെ തന്നെ ഈ ഒരു ബോഡി ഗാർഡ്സും വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഹീറോയിൻ കിച്ചണിന്റെ ഉള്ളിലേക്ക് കയറിയതും ആ ഒരു വാതില് പെട്ടെന്ന് അടയ്ക്കുകയാണ്. ഹീറോയിന്റെ അമ്മ മരിച്ചതിന് ശേഷം ഈ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ് ഹീറോയിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. ഹീറോയിൻ ഇപ്പൊ നേരെ ആ ഒരു ലേഡിയുടെ അടുത്തേക്ക് വന്നിട്ട് ഒരുപാട് നേരം സംസാരിക്കുകയാണ്. ഇപ്പൊ ഹാപ്പി ബർത്ത്ഡേ എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു ലേഡി നമ്മുടെ ഹീറോയിനെ വിഷ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബോറടിക്കുകയാണ്. അന്ന് രാത്രി നമ്മുടെ ഹീറോയിന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ ഒരു ലേഡി ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ലേഡിയോട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഇനിയും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്, പെട്ടെന്ന് മാർക്കറ്റിലേക്ക് പോയിട്ട് അതെല്ലാം വാങ്ങിച്ചിട്ട് വരാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹീറോയിൻ പറയാണ് എനിക്ക് ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ ബോറടിക്കുന്നുണ്ട്, അതുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ലിസ്റ്റും ഒരു വലിയ കൂടി എടുത്തിട്ട് അവള് മാർക്കറ്റിലേക്ക് പോവാണിപ്പോ. എന്നാൽ സോൾജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവള് മാർക്കറ്റിലേക്ക് പോകാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ പുറകെ നടന്ന് പറയാണ് ഇന്ന് നിങ്ങളുടെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് തന്നെ എവിടേക്കും പോകാൻ സമ്മതിക്കരുതെന്ന് രാജാവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ദയവ് ചെയ്തിട്ട് തിരിച്ച് ക്യാസിലേക്ക് തന്നെ വരാൻ പറയാണ്. എന്നാൽ രാജകുമാരി ആണെന്നുണ്ടെങ്കിൽ ഇവന്മാര് പറയുന്നൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. നേരെ മാർക്കറ്റിലേക്ക് പോവാണ്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവനും ഇപ്പോൾ ഹീറോയിനെ കണ്ട സമയത്ത് അവൾക്ക് ബർത്ത്ഡേ വിഷ് പറയുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര റൂഡായിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലേ, അതുകൊണ്ട് തന്നെ ഇതൊന്നും കേൾക്കാത്ത രീതിയിൽ അവൾ അവിടുന്ന് പോകുന്നുണ്ട്. അവിടെയുള്ളൊരു കടയിൽ പോയിട്ട് അവൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മാർക്കറ്റിൽ നിൽക്കുന്നുണ്ടായിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാനൊരു റെഡിൽ പറയാം, അത് കൃത്യമായിട്ട് സോൾവ് ചെയ്യുന്ന ആൾക്ക് ഞാൻ പൈസ കൊടുക്കാന്ന് പറയുന്നുണ്ട്. ഹീറോയിൻ ഇപ്പോൾ അവൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ചെറിയ പ്രായത്തിൽ ഹീറോയിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതൊക്കെ അവനിപ്പോൾ ആലോചിച്ച് നോക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിന്റെ രാജ്യത്തിലേക്ക് വരികയാണ്. ഇതേ സമയത്ത് ക്യാസിന്റെ
ക്യാസലിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ രാജാവ് മന്ത്രിയെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ക്യാസലിന് ചുറ്റുമായിട്ട് ഒരുപാട് കാക്കകൾ പറക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വിച്ച് ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. എന്തായാലും ആ ഒരു ശാപമൊന്നും റിയൽ ആവാനായിട്ടുള്ള സാധ്യതയില്ല. ഇനിയിപ്പോ അങ്ങനെ റിയൽ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ച് കൊന്നുകളയണമെന്നൊക്കെ രാജാവ് ഇപ്പൊ പറയാണ്. കറക്റ്റായിട്ട് ഈ ഒരു സമയത്താണ് നമ്മുടെ ഹീറോ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഹീറോ മാത്രമാണ് ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടില്ല എന്ന് മനസ്സിലായതും രാജാവിന് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. രാജാവ് ഇപ്പൊ നേരെ നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവരുടെ രാജ്യത്തിന് കിട്ടിയിട്ടുള്ള ആ ഒരു ശാപത്തിനെ പറ്റി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ അവന്റെ കയ്യിലേക്ക് ഒരു പൂവ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് രാത്രി ആവുന്നതിന് മുന്നേ രാജകുമാരിക്ക് എങ്ങനെയെങ്കിലും നിന്നോട് ഇഷ്ടം തോന്നിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തോളാൻ പറയാണ്. അതെല്ലാം ഒരു ദിവസം കൊണ്ട് എങ്ങനെ സെറ്റ് ചെയ്യുക? ഇവർക്കെല്ലാം തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആലോചിച്ചിട്ട് ഹീറോ ഇപ്പോൾ അവിടുന്ന് പോവാണ്. മന്ത്രിയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് 2 വേരേഴ്സിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ആ ഒരു വിച്ചുള്ള ഭാഗം സ്പോട്ട് ചെയ്തിട്ടുണ്ട്. രാജാവാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിച്ചിനെ എങ്ങനെയെങ്കിലും കൊന്നുകളയാൻ പറഞ്ഞിട്ട് അവരവിടുന്ന് പറഞ്ഞയക്കുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവൾക്ക് ചെറിയ പ്രായം മുതലേ ആർച്ചറിയിൽ ഭയങ്കര താല്പര്യമാണ്. ഇപ്പൊ അവിടെ നിന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മന്ത്രിയുടെ മകളും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും ചെറിയ പ്രായം മുതലേ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഹീറോയിന് ആർച്ചറിയിലാണ് താല്പര്യമെങ്കിൽ മന്ത്രിയുടെ മകൾക്ക് ആ ഒരു ബ്ലാക്ക് മാജിക്കിലായിരുന്നു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. മന്ത്രിയുടെ മകളുടെ പേര് എമിലി എന്നാണ്. എമിലി ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ട് അമ്പെടുത്തിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹീറോയിൻ അവൾക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം കൊടുക്കുകയാണ്. എമിലി ഇപ്പൊ പറയുന്നുണ്ട്, നീ ആ ഒരു ശാപത്തിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് ടെൻഷനിലാണോ ഉള്ളത്? ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നമ്മുടെ അച്ഛന്മാർ രണ്ടുപേരും കൂട്ടിയിട്ട് അതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതുമാത്രമല്ല ഹീറോ ഇപ്പൊ ഈ ഒരു നാട്ടിലേക്ക് വന്ന കാര്യം എമിലി പറയുന്നുണ്ട്. ഇപ്പൊ ഹീറോയിൻ പറയാണ്, ചെറിയ പ്രായം മുതൽ എനിക്ക് അവനെ അറിയാം. ആ ഒരു സമയത്ത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തില് ഞങ്ങൾക്കിടയിൽ വലിയൊരു വഴക്കുണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെ അവനെ കണ്ടിട്ടേ ഇല്ല എന്ന് പറയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വിച്ചിനെയാണ് കാണിക്കുന്നത്. ഇവളാണ് നമ്മുടെ ഹീറോയിന് ശാപം കൊടുത്തിട്ടുള്ള ആ ഒരു വിച്ച്. അവരിപ്പോ ഹീറോയിന്റെ രാജ്യത്തിൽ തന്നെയാണുള്ളത്. അവൾ നേരെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പാറയുടെ മുകളിലേക്ക് അവളുടെ ശക്തി ഉപയോഗിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ പൂക്കൾ മാതിരി അതിൽ എന്തോന്നും ഉണ്ടാവുകയാണ്. ഇപ്പൊ ഹീറോയിനെ കാണാനായിട്ട് അവളുടെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഡോറ് തട്ടിയ സമയത്ത് എമിലിയാണ് വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നത്. നീ ആരാ, നിനക്ക് എന്താ വേണ്ടെന്നൊക്കെ അവളിപ്പോ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് രാജകുമാരിനെ കാണണം, ഈ റോസ് അവൾക്ക് കൊടുക്കണം എന്ന് പറയാണ്. ഓ, റോസ് എല്ലാം ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞിട്ട് എമിലി ഇപ്പോ ആ ഒരു പൂവ് വാങ്ങിയിട്ട് വാതിൽ വലിച്ചടച്ചിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. എമിലി ആ ഒരു പൂവ് കൊണ്ട് നേരെ രാജകുമാരിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നിന്റെ ആള് പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്, റോസൊക്കെ ആയിട്ടാണല്ലോ ആള് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളിപ്പോ കളിയൊക്കെയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹീറോയിനും നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. നീ ഇന്ന് കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കോ, എനിക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അന്ന് വൈകുന്നേരമായ സമയത്ത് നമ്മുടെ ഹീറോയിന്റെ ബർത്ത്ഡേ പാർട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാജാവും മന്ത്രിയും ആ ഒരു നാട്ടിലുള്ള ആളുകളെല്ലാം ചേർന്നിട്ട് ആ ഒരു പാർട്ടി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഇടയിൽ കുറച്ചായിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഇരുട്ട് പരന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ശാപത്തിലൊന്നും വിശ്വസിക്കാത്ത ഒരുപാട് ആളുകള് രാജാവിന്റെ വർത്തമാനം കേട്ടിട്ട് ആ രാജ്യം വിട്ടുപോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാരും തന്നെ അവിടേക്ക് അടിച്ചിട്ടുള്ള ശക്തമായിട്ടുള്ള കാറ്റും അതുപോലെ തന്നെ അവിടെ പടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇരുട്ട് കണ്ടിട്ട് നല്ല രീതിയിൽ പേടിക്കുകയാണ്. നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ഉണ്ടായിരുന്നു. അതിപ്പോ ഭയങ്കരമായിട്ട് ചൊലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രാജാവ് ഇപ്പോ ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഈ ഒരു ശാപത്തിനെ തടുത്തു നിർത്തണം എന്നുണ്ടെങ്കിൽ ഒരു റിയൽ ആയിട്ടുള്ള പ്രണയം വേണം. ആ ഒരു ഫീലിംഗ്സ് വന്നതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും കിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് തടുത്തു നിർത്താനായിട്ട് സാധിക്കുള്ളൂ എന്നൊക്കെ അയാൾ ഇപ്പൊ പറയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് ഹീറോയിനെ കിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് ഇപ്പോഴും സ്റ്റോപ്പ് ആവുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ഇരുട്ടിന്റെ ശക്തി മുഴുവനായിട്ടും ഈ ഒരു രാജ്യത്തിൽ ഇപ്പൊ പടർന്നിരിക്കുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഹീറോയിൻ ഉറക്കത്തിൽ നിന്നും എണീക്കുകയാണ്. ഇതിപ്പോ എന്താ സംഭവിക്കുന്നത്, ഞാൻ എവിടെയുള്ളതെന്നൊക്കെ ആലോചിച്ചിട്ട് അവളിപ്പോ മെല്ലെ എണീക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചിട്ടുള്ളതുപോലെ ജനലിനരികിലേക്ക് ഒരു കാക്ക വരികയാണ്. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. ജനലിനരികിലായിട്ട് ഒരു വെളുത്ത പൂ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഹീറോയിൻ ആകെ കൺഫ്യൂഷൻ ആവാണ്. ഇത് ഇന്നലെ വെച്ചിട്ടുള്ള പൂവല്ലേ, ഹീറോ ഇന്നലെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ചുമന്ന പൂവാണല്ലോ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്, ഇതിപ്പോ ആരാ മാറ്റി വെച്ചെന്നൊക്കെ ആലോചിച്ചിട്ട് അവൾ ആ ഒരു പൂവെടുത്ത് താഴേക്ക് ഇടുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ആ ഒരു കാവൽപടന്റെ മുന്നിലേക്ക് പോയി വീഴാണ്. ഹീറോയിൻ ഇപ്പോ ആ ഒരു പൂവൊക്കെ നിലത്തിട്ടതിന് ശേഷം മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഒരു എലി ഓടി വരികയാണ്. ഇത് കണ്ടിട്ട് വീണ്ടും അവൾ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. ഇതേപോലെയൊക്കെ തന്നെയായിരുന്നല്ലോ ഇന്നലെ സംഭവിച്ചതെന്ന് ആലോചിച്ചിട്ട് ഹീറോയിൻ ഇപ്പോ അവളുടെ റൂം വിട്ടിട്ട് പുറത്തേക്ക് വരികയാണ്. നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം സംഭവിച്ചിട്ടുള്ളതുപോലെ ആ ഒരു സോൾജർ അവിടെ നിന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വിച്ചിനെ പറ്റിയിട്ടുള്ള കഥയായിരുന്നു. ഇത് കണ്ട സമയത്ത് തന്നെ ഹീറോയിൻ വീണ്ടും കൺഫ്യൂഷനിലാവാണ്. അവിടുന്ന് നേരെ അവൾ കിച്ചണിലേക്കാണ് പോയത്. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവളുടെ അമ്മയുടെ സ്ഥാനത്തുള്ള ആ ഒരു ലേഡി അവരൊരു കേക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവളെ കണ്ട സമയത്ത് തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഇവളെ കഴിഞ്ഞ ദിവസം വിഷ് ചെയ്ത പോലെ തന്നെ ഇപ്പൊ വിഷ് ചെയ്യുന്നുണ്ട്. എന്ത്, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണോ? എന്റെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നല്ലേ, അതിനിപ്പോ എന്തിനാ വിഷ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പൊ ആ ഒരു ലേഡി പറയാണ്, ഇന്നലെയല്ല, ഇന്നാണ് നിന്റെ ബർത്ത്ഡേ. വൈകുന്നേരം നടക്കാൻ പോകുന്ന ഫംഗ്ഷന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഇനിയും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആവശ്യമായിട്ടുണ്ട്. അത് പോയിട്ട് വാങ്ങിച്ചിട്ട് വന്ന് അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്ന മറ്റൊരു ലേഡിയോട് പറയാണ്. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചിട്ടുള്ളതുപോലെ അത് ഞാൻ വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് കൊട്ടയും ലിസ്റ്റൊക്കെ എടുത്തിട്ട് മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്. അവിടെയുള്ള ആളുകളെല്ലാം വീണ്ടും ഇവിടെ വിഷയമാണ്. അതുപോലെ തന്നെ ആ ഒരു റെഡിൽ പറയുന്ന ആള് അവിടെ നിൽക്കുന്നുണ്ട്. അയാൾ വീണ്ടും അതേ റെഡിൽ തന്നെ ചോദിക്കുകയാണ്. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ തരാന്നൊക്കെ അയാൾ ഇപ്പോൾ വിളിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മാർക്കറ്റിൽ വെച്ചിട്ട് ഒരു കള്ളൻ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ലേഡിയുടെ പൈസ മോഷ്ടിക്കുന്നുണ്ട്. അത് അതേപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ആവുകയാണ്. വൈകുന്നേരം ഫംഗ്ഷന്റെ സമയത്ത് ആ ഒരു രാജ്യം മുഴുവൻ വീണ്ടും ഇരുട്ടിലാവുകയാണ്. ഇപ്പൊ ഹീറോയിനെ
കിസ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഹീറോയിൻ വീണ്ടും എണീക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി വിടാതെ കൃത്യമായിട്ട് തന്നെ റിപ്പീറ്റ് ആവുകയാണ്. ഹീറോയിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സിമ്പിള് ഭയങ്കരമായിട്ട് ഇപ്പൊ ജ്വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ കണ്ടിട്ടുള്ള ഡ്രീമോ കാര്യങ്ങളോ ഒന്നുമല്ല. ഒരേ ദിവസം തന്നെ ഇങ്ങനെ ലൂപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് ഹീറോയിൻ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അവൾ വീണ്ടും എണീറ്റിട്ട് ആ ഒരു എലീനെ കണ്ട് പേടിക്കുകയാണ്. അതിനുശേഷം നേരെ കിച്ചണിലേക്ക് വന്നിട്ട് കിച്ചണിൽ നിൽക്കുന്നുണ്ടായിരുന്ന ലേഡീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആൻഡ് എനിക്ക് ഇതുപോലെ ഒരേ ദിവസം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ റിപ്പീറ്റ് ആവുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ലേഡിയോട് മാർക്കറ്റിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടും. ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കുക. ഇന്ന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ എനിക്കറിയാം എന്നിങ്ങനെ പറയുകയാണ്. ഞാൻ എന്താണ് മാർക്കറ്റിലേക്ക് പോകാതിരുന്നിട്ടുള്ളത്? നീ ഓരോന്ന് പറഞ്ഞ് കളിപ്പിക്കില്ലേ, എനിക്ക് ഇനിയും ഒരുപാട് ജോലി ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവള് പറയുന്ന ഒരു കാര്യം അവർ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഇവരോട് ആരോടും ഈ ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യങ്ങളെന്ന് മനസ്സിലാക്കിയിട്ട് ഹീറോയിൻ കുതിരയായിട്ട് പുറത്തേക്ക് പോവാണ്. കുറെ സമയം അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അന്ന് വൈകുന്നേരം പാർട്ടി നടക്കുന്ന സമയത്ത് രാജാവ് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നമ്മുടെ ഹീറോയിൻ മുൻകൂട്ടി പറയാണ്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് അവളിപ്പോ ഫണ്ണാക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ വീണ്ടും അവൾ ബെഡിൽ എണീക്കുന്നുണ്ട്. അന്ന് മാർക്കറ്റിൽ വെച്ചിട്ട് ഹീറോയിൻ കാണുന്നുണ്ട്. അവൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കച്ചറണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഒരു കള്ളൻ ഒരു ലേഡിയുടെ പൈസ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നല്ലേ, ആ ഒരു സംഭവം നടക്കാൻ പോവാണ്. ഹീറോയിൻ ഇപ്പൊ കറക്റ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്പും ബില്ലും എടുത്തിട്ട് പൈസ എടുക്കാൻ പോയിട്ടുള്ള അയാളുടെ കയ്യിലേക്ക് ഷൂട്ട് ചെയ്യാണ്. അമ്പിനോട് ചേർന്നിട്ട് അവന്റെ കൈ അവിടെ ഉണ്ടായിരുന്ന ഒരു ചുമരിൽ തറയ്ക്കുന്നുണ്ട്. അങ്ങനെ കറക്റ്റ് ആയിട്ട് ഇവിടെ ഇടപെട്ടതുകൊണ്ട് തന്നെ ആ ഒരു ലേഡിക്ക് അവരുടെ പൈസ നഷ്ടപ്പെട്ടില്ല. അതുപോലെ ഈ ഒരു കള്ളനെ പിടിക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ലൂപ്പിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ അവൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഇടയിൽ ഒരു ദിവസം അവളുടെ ആന്റിക്ക് ഇവള് പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. നീ പറയുന്നതെല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇരുട്ടിന്റെ ശക്തി നമ്മുടെ രാജ്യത്തിൽ മുഴുവൻ പരക്കാൻ പോവുകയാണ്. അതിൽ നിന്നും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിനക്കുണ്ടാവുന്ന ഒരു ട്രൂ ലവ്, അങ്ങനെ നിങ്ങൾ തമ്മിൽ കിസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ ഒരു ശാപം എല്ലാം മാറിപ്പോവാ. എന്നാൽ വെറുതെ കിസ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഇഷ്ടം ഉണ്ടാവണം. അപ്പൊ മാത്രമേ ഇതെല്ലാം വർക്ക് ആവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഹീറോയിൻ ഇപ്പൊ നേരെ ജോണിന്റെ അടുത്തേക്ക് ചെല്ലാണ്. എനിക്കിതുമാതിരി ആർച്ചറി ഒരുപാട് ഇഷ്ടമാണ്, നീ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ജോൺ പറയാണ്, എനിക്ക് ആർച്ചറിയിൽ വലിയ താല്പര്യമൊന്നുമില്ല, എനിക്ക് താല്പര്യമുള്ളത് സോർട്ട് ഫൈറ്റിംഗിലാണെന്ന് പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഹീറോയിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. ഒരു പെൺകുട്ടി നിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ആഗ്രഹം പറയുന്ന സമയത്ത് ആ ഒരു ചാൻസ് ഉപയോഗിച്ചിട്ട് അതിന് സമ്മതിക്കില്ലേ വേണ്ടത്, അല്ലാതെ എനിക്ക് അത് ഇഷ്ടമാണ് ഇത് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് മുടക്കാനാണോ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അവൻ്റെ അടുത്ത് ചൂടാവുന്നുണ്ട്. അതിനുശേഷം അവൾ അവിടുന്ന് പോവാണ്. പിറ്റേ ദിവസം ആ ഒരു ഡേ റീസ്റ്റാർട്ട് ആയതും അവൾ വീണ്ടും വരുന്നുണ്ട്. നമുക്ക് കുറച്ച് വൈനൊക്കെ കഴിച്ചിട്ട് കാട്ടിലേക്ക് ഹോഴ്സ് റൈഡിങ്ങിന് പോയാലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജോൺ പറയുന്നുണ്ട്, എനിക്ക് ഒരു വൈനൊന്നും കഴിക്കുന്ന ശീലമില്ല, എനിക്ക് ഇഞ്ചിയും ഏലക്കായി കിട്ടിയിട്ടുള്ള ചായയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയാണ്. ഇപ്പൊ ഹീറോയിന് വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. അവൾ അവിടുന്ന് ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങി പോവാണ്. ഈ ഒരു ദിവസവും സ്പോയിലായാലോ എന്ന് ആലോചിച്ചിട്ട് അവൾ പോയി കിടന്നുറങ്ങാണ്. പിറ്റേ ദിവസം വീണ്ടും ജോണിന്റെ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് ഇഞ്ചിയും ഏലക്കായി ഇട്ടിട്ടുള്ള ചായ ഒരുപാട് ഇഷ്ടമാണ്, ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് കാട്ടിലേക്ക് ഹോഴ്സ് റൈഡിങ്ങിന് പോയാലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജോണിന് ഒരുപാട് സന്തോഷം വന്നിട്ട്, എനിക്കും അങ്ങനെയുള്ള ചായ ഒരുപാട് ഇഷ്ടമാണ്, വാ പോവാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ അവളെയും കൂട്ടിയിട്ട് കാട്ടിലേക്ക് പോവാണ്. കാട്ടിലെത്തിയിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്. ഇതിനിടയിൽ ഹീറോ പറയാണ്, നമ്മൾ ചെറിയ പ്രായത്തിൽ കളിച്ചില്ലേ അതേപോലെ നമുക്ക് കളിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഫ്രൂട്ട് പറിച്ചിട്ട് അവളുടെ നേരെ എറിയാണ്. എന്നാൽ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ടൈപ്പ് ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്ക് ഇപ്പൊ ദേഷ്യം വരാണ്. വായിൽ വന്നെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പോൾ ആ ഒരു മൂഡ് എങ്ങനെ സ്പോയിൽ ചെയ്യാണ്. ഓ ഇന്നത്തെ ദിവസവും പോയില്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ആദ്യം മുതൽ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് വീണ്ടും അവർ ആ ഒരു കാട്ടിലെത്തിയിരിക്കുകയാണ്. ഇവൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ആ ഒരു ഫ്രൂട്ട് പറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഹീറോയിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സിമ്പിൾ കാണുകയാണ്. എന്താണെന്നറിയില്ല, ചെറിയ പ്രായം മുതലേ ഇതെന്റെ കയ്യിലുണ്ട്, ഇപ്പൊ അടുത്തായിട്ട് ഭയങ്കരമായിട്ട് ഇത് ജ്വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ ഇവർ ഒരുപാട് സംസാരിച്ചിട്ട് നല്ല രീതിയിൽ ക്ലോസ് ആവുന്നുണ്ട്. വൈകുന്നേരം ആയ സമയത്ത് ഇവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ട് രണ്ടുപേരും കൂടിയിട്ട് ഇപ്പൊ കിസ് ചെയ്യാണ്. എന്നാൽ ഈ പ്രാവശ്യം ആ ഒരു ഇരുട്ട് പോകുന്നുണ്ടായിരുന്നില്ല. പഴയതുപോലെ തന്നെ പിറ്റേ ദിവസം ആ ഒരു ഡേ റീസെറ്റ് ആവുകയാണ്. എണീറ്റ സമയത്ത് തന്നെ അവൾ ആലോചിക്കുകയാണ്, ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും എല്ലാം സെറ്റ് ആവേണ്ടതായിരുന്നു, എന്നാൽ എന്താ പറ്റിയിട്ടുള്ളത്, എവിടെയാണ് മിസ്റ്റേക്ക് നടന്നിട്ടുള്ളത് എന്നൊക്കെ ഇവൾ ആലോചിക്കുകയാണ്. ജോൺ ഇവളെ ഭയങ്കര സിൻസിയർ ആയിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ഇവൾക്ക് ഇങ്ങനെ ഒരു ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഇവള് അവനെ ഇഷ്ടപ്പെടുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ അവൾ നേരെ മന്ത്രിയുടെ അടുത്തേക്ക് പോവാണ്. അങ്കിൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, എനിക്ക് ഒരു ദിവസം തന്നെ ഇങ്ങനെ ലൂപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിൽ നിന്നും എങ്ങനെ പുറത്ത് കിടക്കേണ്ടത്, ആ ഒരു ശാപം എങ്ങനെയാണ് ഇല്ലാതാക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ മന്ത്രിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ അറിയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിന്റെ കയ്യിലുള്ള ആ ഒരു സിമ്പിള് അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. മന്ത്രിക്ക് ഈ ഒരു കാര്യം നേരത്തെ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിന് നല്ല രീതിയിൽ ഷോക്ക് ആവുകയാണ്. അയാളിപ്പോ പറയുന്നുണ്ട്, ചെറിയ പ്രായത്തില് നിന്നെ ആ ഒരു വിച്ച് ശപിച്ചിട്ട് പോയില്ലേ, ആ ഒരു സമയത്ത് നിന്റെ കയ്യിൽ ഈ ഒരു എംബ്ലം സെറ്റ് ചെയ്തത് ഞാനാണ്, അതിന്റെ പവർ കൊണ്ടാണ് നിന്റെ ബർത്ത്ഡേ ദിവസം വീണ്ടും ഇങ്ങനെ ലൂപ്പായിക്കൊണ്ടിരിക്കുന്നത്. നിനക്ക് എപ്പോഴാണോ ഒരു അപകടം വരുന്നത് ആ ഒരു സമയത്ത് ഈ ഒരു എംബ്ലം നിന്നെ രക്ഷിക്കും, അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെല്ല് ഞാൻ നിന്റെ കയ്യിൽ വെച്ചത്. അങ്ങനെയുള്ള ഫ്ലാഷ് ബാക്കും കാര്യങ്ങളെല്ലാം ഇപ്പോൾ മന്ത്രി പറയാണ്. ഹീറോയിൻ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഈ ഒരു കിങ്ഡത്തിനെ രക്ഷിക്കാനായിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നിനക്ക് ജോണുമായിട്ട് ഒരു ട്രൂ ലവ് ഉണ്ടാവണം, എന്നാൽ മാത്രമേ ഇതിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സെറ്റ് ആവാത്ത സ്ഥിതിക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ട്രൈ ചെയ്തേ പറ്റുള്ളൂ. ആ ഒരു വിച്ചിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ശാപം മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ രാജ്യത്തിലുള്ള ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് വാരിയേഴ്സ് അവളെ കൊല്ലാനായിട്ട് പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ലൊക്കേഷൻ രാജകുമാരിക്ക് മന്ത്രി പറഞ്ഞു കൊടുക്കുകയാണ്. അവളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ബോഡി ഗാർഡ്സ്
കാണാതെ അവൾ നേരെ പുറത്തേക്ക് വരുന്നുണ്ട്. അതിനുശേഷം കുതിരപ്പുറത്ത് കയറിയിട്ട് ഈ ഒരു വിച്ചിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോവാണ്. വിച്ച് ഉണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ഗുഹയുടെ ഉള്ളിലാണ്. വാരിയേഴ്സ് രണ്ടുപേരും ആ ഒരു ഗുഹയ്ക്ക് മുന്നിൽ അങ്ങനെ പോയി നിൽക്കുന്നുണ്ട്. ഗുഹയ്ക്കുള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്പെല്ല് ഈ ഒരു വിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് അകത്തേക്ക് കയറാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു വാരിയേഴ്സ് അവരുടെ ശക്തികൾ ഉപയോഗിച്ചിട്ട് ആ സ്പെല്ലിനെ അൺലോക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ വാരിയറെ കൊണ്ട് ആ ഒരു വാതിൽ തുറക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ അവനോട് മാറി നിൽക്കുന്നവരോട് രണ്ടാമത്തവൻ അവന്റെ മാന്ത്രിക വാളെടുത്തിട്ട് ആ ഒരു ഡോറിന് നേരെ വെട്ടുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ അവിടെ ഒരു വലിയ ബ്ലാസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. രണ്ടുപേരും ഇപ്പൊ തെറിച്ചു പോയിട്ട് ഒരാളുടെ മേത്തേക്ക് മറ്റേയാളെന്നുള്ള രീതിയിൽ ഇപ്പോൾ നിലത്തേക്ക് വീഴുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിൻ കുറച്ച് ദൂരം മാറി നിന്നിട്ട് കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അവളിപ്പോ നേരെ മന്ത്രിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇതുമാതിരി ഒരു ഡോർ ഉണ്ട്, അത് തുറക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. മന്ത്രിയും ഇപ്പോൾ ഒരു പഴയ ബുക്ക് എടുത്തിട്ട് ഹീറോയിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ഡോർ നിനക്ക് തുറക്കണമെന്നുണ്ടെങ്കിൽ ജീവനുള്ള 7 മല നീ ക്രോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ മല ഒരു വായയുടെ ഷേപ്പിലുള്ള മലയാണ്. അത് ചോദിക്കുന്ന ക്വസ്റ്റിന് നീ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത മലയിലേക്കുള്ള വഴി അത് പറഞ്ഞുതരും. അങ്ങനെ ഓരോരോ ഷേപ്പിലുള്ള 7 മലകൾ നീ ക്രോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 7ാമത്തെ മല ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡോർ തുറക്കാനായിട്ടുള്ള വഴി അത് നിനക്ക് പറഞ്ഞുതരും എന്നൊക്കെ പറഞ്ഞ് വലിയൊരു അഡ്വഞ്ചർ ട്രിപ്പിനായിട്ടുള്ള ഒരു പ്ലാൻ അയാൾ ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹീറോയിൻ ഇപ്പൊ നേരെ ജോണിന്റെ അടുത്തേക്ക് എന്നിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം പറയാണ്. എന്നാൽ ഇവള് പറയുന്ന കാര്യങ്ങളൊന്നും അവൻ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഇവന്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഹീറോയിൻ മുന്നത്തെ സീനിൽ ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളെല്ലാം അവളിപ്പോ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ അവളുടെ കൂടെ വരാൻ തന്നെ ജോണ് സമ്മതിക്കുകയാണ്. അടുത്തതായിട്ട് അവൾ പോയത് അവളുടെ ഫ്രണ്ട് എമിലിയുടെ അടുത്തേക്കായിരുന്നു. എമിലിയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ 3 പേരും കൂടിയിട്ട് ആ ഒരു മലയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇവർ ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ മന്ത്രി പറഞ്ഞിട്ടുള്ള ആ ഒരു ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ആദ്യത്തെ മല ഇവിടെയാണ് ഉണ്ടാവേണ്ടത്. എന്നാൽ ഇവർ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവരങ്ങനെ നിൽക്കുകയാണ്. എമിലി ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലിന്റെ മുകളിൽ ഒരു മാജിക്കൽ മാർക്ക് കാണുന്നുണ്ട്. ഇത് ഞാൻ സെറ്റാക്കി തരാന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മാജിക്കൽ പൗഡർ എമിലി ഇപ്പോൾ അവിടെ വെതറുന്നുണ്ട്. എന്നാൽ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടും അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു മാജിക്കൽ സ്പെല്ല് വേസ്റ്റ് ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് പൊടി വിതറിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്തുനിന്ന് ഇപ്പോൾ കുമ്പളകളൊക്കെ മേലേക്ക് പോകുന്നുണ്ട്. നോക്കുമ്പോൾ കുറച്ച് ദൂരെ നിന്നും ഒരു ബോട്ട് ഇവർ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് വരികയാണ്. എല്ലാവരും നേരെ ആ ഒരു ബോട്ടിലേക്ക് കയറുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഇവർ തെരഞ്ഞു വന്നിട്ടുള്ള ആ ഒരു മലയുടെ മുന്നിലേക്ക് ഇവരെ കൊണ്ടുവന്ന് വിടുകയാണ്. അവിടെ ചെന്ന സമയത്ത് തന്നെ ആ ഒരു മൗത്തിന്റെ ഷേപ്പിലുള്ള മലയോട് അടുത്ത മലയിലേക്ക് എങ്ങനെയാണ് ഞാൻ പോകേണ്ടതെന്ന് ചോദിക്കുകയാണ്. വടക്ക് ദിശയിലൂടെ ഏകദേശം ഒരു 1005 സ്റ്റെപ്പ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരു മലയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഇവർ ഓരോരോ സ്റ്റെപ്പ് എണ്ണി മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിട്ട് ഒരു പ്രത്യേക ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് 1005 എന്ന് എണ്ണിയ സമയത്ത് തന്നെ ഇവള് നേരെ താഴേക്ക് വീഴാണ്. ഉരുണ്ടുരുണ്ട് പോയിട്ട് ഒരു ക്ലിഫിന്റെ ഭാഗത്ത് ഇപ്പോൾ തൂങ്ങിക്കിടക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ജോൺ വന്നിട്ട് അവളെ ഹെൽപ്പ് ചെയ്യാണ്. ആക്ച്വലി ഈ ഒരു ക്ലിഫിന്റെ താഴെയാണ് ഇവർ അന്വേഷിച്ചു വന്നിട്ടില്ല ആ ഒരു ചെവിയുടെ ഷേപ്പിലുള്ള മലയുള്ളത്. ഇപ്പൊ 3 പേരും താഴേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു മലയിലേക്ക് പോവാണ്. ഈ ഒരു മലയുടെ മുന്നിൽ നിന്നും ഒരാള് ക്വസ്റ്റ്യൻ ചോദിക്കണം. അതിന് മറ്റൊരാൾ കറക്റ്റായിട്ട് ആൻസർ പറയണം. ഈ ഒരു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള വഴി ഈ ഒരു മല പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഹീറോയിൻ നോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് നീ പറഞ്ഞ ഉത്തരം തെറ്റാണെന്ന് ആ ഒരു ചെവിയുടെ ഉള്ളിൽ നിന്നും പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഹീറോയിൻ അത് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നെന്ന് പറയാണ്. ഇപ്പോഴും ആ ഒരു ഷേപ്പ് പറയുന്നത് നീ പറയുന്നത് തെറ്റായിട്ടുള്ള ഉത്തരാണെന്നാണ്. ഇപ്പൊ ഹീറോയിൻ പറയാണ് ചിലപ്പോൾ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടാവും, ചിലപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, എനിക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയാണ്. ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് തന്നെ അത് ശരിയാണെന്ന് പല പറയുന്നുണ്ട്. അതിനുശേഷം ഇവർക്ക് പോകാനായിട്ടുള്ള ആ ഒരു വഴിയും കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇവർ പോകേണ്ടതായിട്ടുള്ള എല്ലാ മലയും താണ്ടിയതിനു ശേഷം ആ ഒരു കണ്ണിന്റെ ഷേപ്പിലുള്ള അവസാനത്തെ മലയിലെത്തുകയാണ്. അവിടെ എത്തിയ സമയത്ത് തന്നെ മുന്നിലുണ്ടായിരുന്ന തടാകത്തിലേക്ക് ചാടിയിട്ട് അവൾ അങ്ങോട്ടേക്ക് നീന്തുകയാണ്. എന്നിട്ട് എനിക്ക് ഇതുമാതിരി ആ ഒരു ഗുഹ തുറക്കാനുള്ള ചാവി തരണം എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഗുഹയും ഇപ്പൊ അവളുടെ കണ്ണിന്റെ മുന്നിൽ ആ ഒരു ചാവി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയിൻ അത് എടുക്കാൻ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അത് അവിടേക്കും ഇവിടേക്കും ഒക്കെ നീക്കിയിട്ട് നമ്മുടെ ഹീറോയിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം നിനക്ക് തന്നിട്ടുള്ള സമയം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചാവി അവിടുന്ന് അപ്രത്യക്ഷമാക്കുന്നുണ്ട്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരാണ്. നിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ നേരെ വീട്ടിലേക്ക് വരാണ്. പിറ്റേ ദിവസം ഈ ഒരു ടാസ്ക് ഇവര് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവസാനം ആ ഒരു കണ്ണിന്റെ ഷേപ്പിലുള്ള മലയുടെ മുന്നിലേക്ക് ഇവരെത്തുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഹീറോയിൻ വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങി പോവാണ്. വെള്ളത്തിന്റെ അടിയിൽ മുങ്ങി പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഹീറോയിനെ കുറെ സമയമായിട്ടും കാണുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഗുഹ തുറക്കാനുള്ള ആ ഒരു താക്കോല് അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ വെള്ളത്തിന്റെ അടിയിൽ നിന്നും അവൾ പെട്ടെന്ന് പൊങ്ങി വന്നിട്ട് ആ ഒരു താക്കോല് പിടിക്കുകയാണ്. ഇതിനുശേഷം അവർ കുറെ ദൂരം ട്രാവൽ ചെയ്തിട്ട് ആ ഒരു മന്ത്രവാദിയുള്ള ഗുഹയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വാരിയേഴ്സ് ഇപ്പോഴും ഉള്ളിൽ കയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർക്ക് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. രാജകുമാരിയും ടീമും കൂടിയിട്ട് നേരെ ആ ഒരു ഡോറിന്റെ മുന്നിൽ വരുന്നുണ്ട്. ഇവരുടെ കയ്യിലുള്ള ഈ ഒരു താക്കോല് വെച്ചിട്ട് ആ ഒരു ഡോറ് ഈസി ആയിട്ട് തന്നെ തുറക്കാണ്. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു മന്ത്രവാദി അതിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ജോണും ഹീറോയിനും എമിലിയും കൂടിയിട്ട് ഇപ്പോൾ അവരെ ആക്രമിക്കാനായിട്ട് മുന്നോട്ടേക്ക് വരികയാണ്. ഇവരെവിടെയൊക്കെ പോയി നിന്നിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു മന്ത്രവാദിനി അവരുടെ പവേഴ്സ് ഉപയോഗിച്ചിട്ട് എല്ലാവരെയും അടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. അവസാനം എമിലിയെയും രാജകുമാരിയും അതുപോലെ തന്നെ ജോണിനെയും ഈസി ആയിട്ട് കൊന്നു കളയുന്നുണ്ട്. ഹീറോയിൻ വീണ്ടും വീണ്ടും ഈ ഒരു ടൈം റീസെറ്റ് ചെയ്തിട്ട് വീണ്ടും ഇവിടേക്ക് വന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ എത്ര പ്രാവശ്യം പ്ലാൻ ചെയ്തിട്ട് അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ ഒന്ന് തൊടാൻ
പോലും നമ്മുടെ രാജകുമാരിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം നമ്മുടെ ഹീറോയിൻ ഇതുപോലെ തന്നെ ടൈം റീസെറ്റ് ചെയ്തിട്ട് വീണ്ടും വരികയാണ്. ഇതിനിടയിൽ ഇവളുടെ ബോഡി ഗാർഡ്സ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു 2 സോൾജേഴ്സ് ഇല്ലേ, അവര് ഒരു ബുക്ക് വായിക്കുന്നത് ഇവള് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇവര് വായിക്കുന്നത് നമ്മുടെ ഹീറോയിൻ ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ ഇവൾക്ക് ആവശ്യമായിട്ടുള്ള എന്തോ ഉണ്ടെന്നുള്ളത് ഇവള് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബുക്ക് അവളിപ്പോ വാങ്ങി വായിച്ചു നോക്കുന്നുണ്ട്. ഈ ഒരു ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മന്ത്രവാദികൾക്ക് ഇവരുടെ സോളായിട്ട് ഒരു റോസ് ആണ് ഉണ്ടാവുക. അത് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മന്ത്രവാദിയും നശിച്ചു പോകുന്നുള്ളത് ആ ഒരു ബുക്ക് വഴി ഇവള് മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. ഇവളിപ്പോ നേരെ പോയിട്ട് ഇവളുടെ ടീമിന്റെ അടുത്ത് ഈ ഒരു കാര്യങ്ങളെല്ലാം പറയാണ്. എങ്ങനെയെങ്കിലും ആ ഒരു റോസ് നശിപ്പിക്കണം, ആ ഒരു രീതിയിലായിരിക്കണം ഇന്ന് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്നാൽ ഈ ഒരു മന്ത്രവാദിനിയാണെന്നുണ്ടെങ്കിൽ ഇവർ വിചാരിച്ചതിനെക്കാട്ടിലും പവർഫുൾ ആയിരുന്നു. ഇവരെങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരെ കൊണ്ട് ആ ഒരു റോസ് ഒന്ന് തൊടാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഇതേപോലെ ഈ ഒരു ഫൈറ്റ് ഭയങ്കരമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അവൾ റീസെറ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും വന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ സ്ട്രാറ്റജി വെച്ചിട്ടാണ് ഇവള് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ആ ഒരു മന്ത്രവാദിനി ജോണിനെയും എമിലിനെയും കൊന്നതിന് ശേഷം അവസാനമായിട്ട് ഹീറോയിനെ കൊല്ലാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഇപ്പൊ ഹീറോയിൻ പറയാണ്, നീ എത്ര പ്രാവശ്യം എന്നെ കൊന്നിട്ടുണ്ടെങ്കിലും ഞാൻ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും എന്നിങ്ങനെ പറയാണ്. ഇവളിങ്ങനെ പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോ ആ ഒരു മന്ത്രവാദിനിക്ക് എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട്. എന്ത്, നിന്നെ ഞാൻ എത്ര പ്രാവശ്യം കൊന്നിട്ടുണ്ടെങ്കിലും നീ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുവോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നീ ഒരു ലൂപ്പിലാണുള്ളത്. ശരിയാണ്, നീ ടൈം റീസെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രവാദിനി ഇപ്പോ അവളുടെ കയ്യിലുള്ള ആ ഒരു സിമ്പിൾ കാണാണ്. ഞാനിപ്പോ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് അവള് ഹീറോയിന് നേരെ ഒരു സ്പെല്ല് അയക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ഹീറോയിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു എംബ്ലം മാഞ്ഞു പോവാണ്. അതിനുശേഷം നമ്മുടെ ഹീറോയിനെ കൊല്ലുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൾ ഉറക്കത്തിൽ എണീക്കുകയാണ്. എന്നാൽ ഈ പ്രാവശ്യം നമ്മുടെ ഹീറോയിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സിമ്പിൾ കാണുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതാണ് അവളുടെ അവസാനത്തെ ചാൻസ് എന്ന് ഹീറോയിന് മനസ്സിലാവുന്നുണ്ട്. ഇനി ഹീറോയിന് ഈ ഒരു ഡേ വീണ്ടും റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഹീറോയിൻ ഇത്രയും നാളും ഭയങ്കര റൂഡായിട്ടായിരുന്നില്ലേ ആളുകളോട് പെരുമാറിക്കൊണ്ടിരുന്നത്. ആ ഒരു ക്യാരക്ടർ എല്ലാം ഗ്രാജുവലി അവൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. റൂമിൽ നിന്നും പുറത്തു വന്നതും അവിടെ ഉണ്ടായിരുന്ന ഇവളുടെ ബോഡി ഗാർഡ്സിന്റെ അടുത്ത് ചിരിച്ച് നല്ല രീതിയിൽ പെരുമാറാണ്. അതേപോലെ തന്നെ മാർക്കറ്റിൽ ചില ആളുകൾ ഇവളെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഇവള് കേട്ടിട്ടും കേൾക്കാത്ത രീതിയിൽ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നില്ലേ. ഈ പ്രാവശ്യം അവർ വിഷ് ചെയ്യുന്ന സമയത്ത് അവൾ അവരുടെ അടുത്തും കുറച്ചു നേരം സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ വിഷ് ചെയ്തതിന് നന്ദിയൊക്കെ പറഞ്ഞിട്ട് അവൾ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. മാർക്കറ്റിലുണ്ടായിരുന്ന ആ ഒരു കള്ളനെ കൈയോടെ പിടിച്ചിട്ട് അവൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ഈ പ്രാവശ്യം അതുപോലെ തന്നെ ചെയ്യാണ്. അവൾ നേരെ ചെന്നത് അവളുടെ ആ ഒരു ആന്റിന്റെ അടുത്തേക്കായിരുന്നു. മാർക്കറ്റിൽ നിന്നും വാങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം അവളിപ്പോ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇവർക്കായിട്ട് നമ്മുടെ ഹീറോയിൻ ഒരു പൂവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഇപ്പോ ആന്റിക്ക് കൊടുക്കുകയാണ്. അവർക്കാണെന്നുണ്ടെങ്കിൽ ഇവളിങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോ ഒരുപാട് സന്തോഷമാവാണ്. അവളിപ്പോ നേരെ ഹീറോയിനെയും എമിലിനെയും വിളിച്ചിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് രണ്ടുപേരും നല്ല രീതിയിൽ ഷോക്ക് ആവാണ്. ഈ ഒരു ദിവസം എനിക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ വരണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹീറോ ആണെങ്കിലും എമിലി ആണെന്നുണ്ടെങ്കിലും ഇവളെ ഒറ്റയ്ക്ക് പോകാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവളും ഇവരെ കൂടെ തന്നെ വരുന്നു പറയുന്നുണ്ട്. ഇവർ പോകുന്നതിന് മുന്നേ അവിടെയുള്ള ആളുകളെല്ലാം വിളിച്ചു കൂട്ടുന്നുണ്ട്. ഇതുമാതിരി നമ്മുടെ രാജ്യത്തിന് ഒരു ശാപം ഉള്ളത് നിങ്ങൾക്ക് അറിയാലോ, അത് റിയൽ ആയിട്ടുള്ള കാര്യമാണ്. ഇന്ന് വൈകുന്നേരം രാജ്യം മുഴുവനും ഇരുട്ട് വരക്കാൻ പോവാണ്. അതിനു മുന്നേ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എല്ലാവരും പോയിക്കോളാൻ പറയുന്നുണ്ട്. അവിടെയുള്ള ആളുകളെല്ലാം സേഫ് ആയിട്ട് പറഞ്ഞു വിട്ടതിന് ശേഷം ഇവരെ ട്രാവൽ തുടങ്ങുകയാണ്. ഇപ്പൊ വാഴയുടെ ഷേപ്പിലുള്ള ആ ഒരു മലയ്ക്ക് മുന്നിൽ ഇവർ പോയി നിൽക്കുന്നുണ്ട്. ജോണിപ്പോ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിൻ പതിവായിട്ട് പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമായിരിക്കാം, ഇഷ്ടമല്ലാതിരിക്കാം, എനിക്കൊരു തീരുമാനത്തിൽ എത്താനായിട്ട് പറ്റിയിട്ടില്ല എന്ന് പറയാണ്. എന്നാൽ ആ ഒരു മലയാണെന്നുണ്ടെങ്കിൽ നീ പറയുന്നത് തെറ്റാണെന്ന് പറയാണ്. എന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണെന്നോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് തന്നെ നീ പറഞ്ഞത് ശരിയായിട്ടുള്ള ആൻസർ ആണെന്ന് ആ ഒരു മല പറയുന്നുണ്ട്. ഇവൾ ഒരുപാട് ദിവസം ഇവന്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ രാജകുമാരിക്ക് നമ്മുടെ ഹീറോയിനെ ഇപ്പൊ ഇഷ്ടമായിട്ടുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹീറോയ്ക്കും ഒരുപാട് സന്തോഷമാവാണ്. എല്ലാവരും കൂടിയിട്ട് ആ ഒരു മന്ത്രവാദിനിയുള്ള ഗുഹയുടെ മുന്നിലേക്ക് പോകുന്നുണ്ട്. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാരിയേഴ്സും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിലൊരു ചാവിയുണ്ട്, ഇത് വെച്ചിട്ട് ഈ ഗുഹ തുറക്കാന്ന് പറഞ്ഞിട്ട് അവർ ഈ ഒരു വാരിയേഴ്സിനെ കൂട്ടിയിട്ട് ഉള്ളിലേക്ക് കയറി പോവാണ്. ഇപ്പൊ എല്ലാവരും കൂടിയിട്ട് ആ ഒരു മന്ത്രവാദിന്റെ മുന്നിൽ അങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ മന്ത്രവാദിനി ചിരിക്കുകയാണ്. അവളുടെ പവേഴ്സ് ഇപ്പൊ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഇപ്പൊ നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യാണ്. എന്നാൽ ഒരു മന്ത്രവാദിനിയാണെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന അറ്റാക്ക് എല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ തടുക്കുകയാണ്. ഇത്ര ആളുകൾ ഒരുമിച്ച് നിന്ന് പോരാടിയിട്ടും ആ ഒരു വിച്ചിനെ ഒന്ന് തൊടാനായിട്ട് പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇവരെല്ലാരും തന്നെ ആ ഒരു വിച്ചിന്റെ അടുത്ത് നിന്ന് നല്ല രീതിയിൽ തല്ലുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ മന്ത്രി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയാളും ഇപ്പൊ ഇവരുടെ കൂടെ അറ്റാക്ക് ചെയ്യാനായിട്ട് കൂടുകയാണ്. ഇത്രയും വർഷം കൊണ്ട് ഇയാൾ നല്ല രീതിയിൽ മാജിക് പഠിച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ മാജിക് ഉപയോഗിച്ചിട്ട് ആ ഒരു വിച്ചിനെതിരെ മന്ത്രി നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഏകദേശം ഈക്വൽ ആയിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. മാജിക് ഉപയോഗിച്ചിട്ട് ഇവർ രണ്ടുപേരും ഒരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അറ്റാക്ക് ചെയ്യുന്നത് അവർ രണ്ടുപേരും ബാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ വിച്ച് നമ്മുടെ രാജകുമാരിനെ ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട്. ഈ ഒരു കാര്യം കണ്ട സമയത്ത് തന്നെ മന്ത്രി ലൈറ്റ് ആയിട്ട് ഡൈവേർട്ട് ആവാണ്. ഈ ഒരു ഗ്യാപ്പ് യൂസ് ചെയ്തിട്ട് വിച്ച് നമ്മുടെ മന്ത്രിനെ അടിക്കുന്നുണ്ട്. ഇപ്പൊ ഭയങ്കര പവർഫുൾ ആയിട്ട് തന്നെ ഇവർക്ക് നേരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിച്ച് ഇപ്പോ നമ്മുടെ ഹീറോയിനെ കൊല്ലാനായിട്ട് വരുന്നുണ്ട്. രാജകുമാരി ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ കയറി നിന്നിട്ട് ആ ഒരു അറ്റാക്ക് ഇവളെ ഏറ്റുവാങ്ങുന്നുണ്ട്. ഈ ഒരു വിച്ച്
ഇങ്ങനെ അറ്റാക്ക് ചെയ്തതിൽ നമ്മുടെ രാജകുമാരി കല്ലായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം കണ്ട സമയത്ത് മന്ത്രവാദിനി നല്ല രീതിയിൽ പേടിക്കുകയാണ്. അവളിപ്പോ ഉറക്കെ അലറി വിളിക്കുന്നുണ്ട്. എന്നാൽ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഹീറോയിന് ഒരു ട്രൂ ലവ് ഉണ്ടാവണം, അവളുടെ ജീവൻ തന്നെ ആ ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട് ഇവള് നൽകാൻ തയ്യാറാവണമെന്ന്. അങ്ങനെ ഒരു പ്രണയത്തിന് മാത്രമേ ഈ ഒരു മന്ത്രവാദിനെ നശിപ്പിക്കാൻ പറ്റൂ എന്നുള്ളത് ഹീറോയിനെ രക്ഷിക്കാനായിട്ട് ഹീറോയിൻ കല്ലായി മാറിയതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു കാര്യം റിയൽ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മന്ത്രവാദിനി ഇപ്പൊ മുഴുവനായിട്ട് നശിച്ചു പോകുന്നുണ്ട്. ഈ ഒരു വിച്ച് മരിച്ചതുകൊണ്ട് തന്നെ അവളുടെ പവറും ഇല്ലാതാവുകയാണ്. നമ്മുടെ രാജകുമാരിയും അതുപോലെ തന്നെ ഈ ഒരു വിച്ച് കൊന്നിട്ടുള്ള മറ്റുള്ള ആളുകളും ഇപ്പൊ തിരിച്ച് ജീവിതത്തിലേക്ക് വരാണ്. എല്ലാവരും കൂടിയിട്ട് ഇപ്പൊ നേരെ രാജാവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇതേപോലെ തന്നെ ഈ ഒരു മന്ത്രവാദിനെ കൊന്നു എന്നുള്ളത് അവരിപ്പോ രാജാവിനോട് പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ രാജാവിനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഹീറോയിന്റെ ബർത്ത്ഡേ അവർ അടിപൊളിയായിട്ട് തന്നെ ആഘോഷിക്കുകയാണ്. എന്നാൽ എന്താ ട്വിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോയിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ശാപം അത് ഇതുവരെ നശിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ശാപം ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ കിങ്ഡം മുഴുവനായിട്ട് ആ ഒരു ഇരുട്ട് പരക്കാണ്. ഇതേ സമയത്ത് തന്നെ ഹീറോ നേരെ പോയിട്ട് നമ്മുടെ ഹീറോയിനെ കിസ് ചെയ്യുന്നുണ്ട്. ഇവരിങ്ങനെ കിസ് ചെയ്ത അതേ സമയത്ത് തന്നെ ആ ഒരു ഇരുട്ടിന്റെ ശക്തി മുഴുവനായിട്ട് നശിച്ചു പോകുന്നുണ്ട്. ഈ ഒരു രാജ്യത്തിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ ഇത് കണ്ടിട്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. എല്ലാവരും കൂടിയിട്ട് ഭയങ്കരമായിട്ട് ആഘോഷിച്ചിട്ട് ഹീറോയും ഹീറോയിനും തമ്മിലുള്ള ആ ഒരു കല്യാണം നടക്കുന്നുണ്ട്. ഈ ഒരു സീനും കാണിച്ചിട്ട് സിനിമ ഇവിടെ വെച്ചിട്ട് കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് നോക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.